എല്ലാവർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം. കയ്യിൽ സമയമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർക്ക് പോന്നോളൂ. ഗുരുവായൂരിൽ 10 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. 10 ദിവസം ക്ഷേത്രത്തിൽ ഉത്സവമാണ്. കണ്ണനെ കാണാം, കാഴ്ചശീവേലി കാണാം, അമർന്ന മേളം ആസ്വദിക്കാം, പുറത്തിറങ്ങിയാൽ കഞ്ഞിയും പുഴുക്കും കഴിക്കാം. പാള പ്ലേറ്റിൽ കുത്തരിക്കഞ്ഞി ചെറുചൂടിൽ കുത്തിയ പച്ചപ്ലാവില കൊണ്ട് കോരി കുടിക്കാം. മുതിരയും ഇടിഞ്ചക്കയും പുഴുക്കുമുണ്ട്. പപ്പടമുണ്ട്, പൊടിക്കാം. നാളികേരപ്പൂളും ശർക്കരയും ഇടയ്ക്കൊന്ന് കടിക്കാം. മുക്തകണ്ഠം കഴിക്കാം. ഏമ്പക്കം വിട്ട് ഇറങ്ങിയാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാം. അഷ്ടപതി കേൾക്കാം, ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാം, നാദസ്വരം ആസ്വദിക്കാം. പുള്ളുവൻ പാട്ടും നങ്ങ്യാർകൂത്തും തുള്ളലും ഭരതനാട്യവും വില്ലിന്മേൽ തായമ്പകയും മോഹിനിയാട്ടവും കുത്തിയോട്ടവും കളരിപ്പയറ്റും അങ്ങനെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആസ്വദിക്കാം. വീണ്ടും അകത്തൊന്ന് കയറിയാൽ ശ്രീഭൂതബലി ദർശനത്തിന്റെ തിരക്കിലായി. ഭാഗ്യമുണ്ടെങ്കിൽ അകത്ത് കടന്ന് തൊഴാം. ശീവേലി ആനകളെ കണ്ടു നിൽക്കാം. പ്രദക്ഷിണമായി കുളത്തിന് കിഴക്ക് ഭാഗത്തെത്തിയാൽ വൃന്ദാവനം വേദിയായി രാധികമാർ, ഗോപികമാർ മുല്ലപ്പൂ ചുറ്റിലായി വീരവിരാട ചൊല്ലി കുമ്മിയടിക്കുന്നത് കാണാം. ഈ വേദിയിൽ പുലരും മുതൽ സന്ധ്യ വരെ കൈകൊട്ടിക്കളി മാത്രം. നടന്നു നീങ്ങുമ്പോൾ സ്വർണധ്വജത്തിൽ ഉത്സവക്കൊടി പാറിക്കളിക്കുന്നത് കാണാം. ഒരു നിമിഷം കണ്ണടച്ച് തൊഴുതോളൂ. ശ്രദ്ധിച്ചാൽ ചെറുമണിനാദം കേൾക്കാം. സപ്തവർണ്ണക്കൊടിയിലെ കുടമണി കാറ്റിലാടുന്ന മന്ത്രസ്വനമാണത്. 4 നടകളിലെ അലങ്കാര വൈഭവം കാണാൻ മാത്രമുണ്ട്. വിശന്നോ? കുറച്ചുകൂടി കഞ്ഞി കുടിച്ചോളൂ. കലവറയൊന്ന് കാണേണ്ടേ? അമ്പമ്പോ, വമ്പൻ കലവറ! മത്തന്റെ, ഇളവന്റെയും ഇടിച്ചക്കയുടെയും ചെറുമലകൾ, 1,00,000 കിലോ അരിയുടെ 10,000 കിലോ പപ്പടത്തിന്റെ, ഉപ്പിന്റെ സദ്യയും പകർച്ചയുമാണ് 10 ദിവസം 3,34,00,000 രൂപയുടെ അന്നദാനം. കഷ്ണം നുറുക്കുന്നവർ, വിറകടുക്കുന്നവർ, അരി കഴുകുന്നവർ, ഇല തുടയ്ക്കുന്നവർ, കുഞ്ചന് വർണ്ണിക്കാനാവുന്ന രാജസൂയത്തിന്റെ അഗ്രശാലയാണിത്. ഒന്ന് വിശ്രമിച്ചോളൂ. ഇനി കൂത്ത് കാണണോ? കൂത്തമ്പലത്തിൽ 1 മണിക്ക് കൂത്ത് തുടങ്ങും. 3:30 കാഴ്ചശീവേലിയും മേളവും തുടങ്ങുവാനായി. മേളം കഴിഞ്ഞാൽ ദീപാരാധന തൊഴാം. കേളിയും മദ്ദളപ്പയറ്റും ആസ്വദിക്കാം. പടിഞ്ഞാറു ഭാഗത്ത് പാടകം കേൾക്കാം. രാമകഥ പറഞ്ഞ് ഒന്നിലേറെ പാടകക്കാർ. മണി 5 വൈഷ്ണവം വേദി സജീവമാകും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളാണ് മണിപ്പൂരി, സത്രിയ, കഥക്, ഒഡീസി നൃത്തങ്ങൾ കാണാം. രാത്രിയായാൽ ചോറ്, രസകാളൻ, ഉപ്പിലിട്ടത്, പപ്പടം കൂട്ടി ഊണ് കഴിക്കാം. ശ്രീഭൂതബലി എഴുന്നള്ളിച്ചിട്ടുണ്ടാകും. വടക്കേ നടക്കൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ വീരാളിപ്പട്ട് വിരിച്ച് കണ്ണൻ എഴുന്നള്ളിയിരിക്കും. മുന്നിൽ ദീപം, ധൂപം, അലങ്കാരം. ഗണപതി കൈകൊട്ടി വെച്ച് തായമ്പക തുടങ്ങുകയായി. 7 ദിവസം 3 തായമ്പക വീതം തുടക്കക്കാരും. ഇത്ര അടുക്കും ചിട്ടയുമായി ഒരു തായമ്പക ഉത്സവം മറ്റൊരിടത്തും ഉണ്ടാകില്ല. തായമ്പകയിലെ അത്യാധുനിക വേഷം കെട്ടും ഗോഷ്ഠികളും ഇല്ലാത്ത പ്രതിഭയുടെ തിളക്കമുള്ള തായമ്പക. മാലമക്കാറും പാലക്കാടും കണ്ണൂർ ശൈലിയും കണ്ട് രസിക്കാം. ചക്രവർത്തിയുടെ ദർബാർ പോലെയാണ് ഇവിടം. കണ്ണൻ കൺമുന്നിലുണ്ട്. പരാതികൾ, പരിഭവങ്ങൾ പറയാം. ഉടൻ പരിഹാരമെന്ന് അനുഭവസ്ഥർ. തായമ്പക കഴിയുമ്പോൾ രാത്രി 1 മണിയാകും. കുറച്ച് കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ് കേൾക്കാം. ദാ വിളക്ക് എഴുന്നള്ളിപ്പായി. 3 ആനകൾ നിരന്നു.
ചുറ്റും വിളക്കുകൾ തെളിഞ്ഞു. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ചു. ഓല വായിച്ച് തൃപ്പുക നടത്തി കണ്ണന് പള്ളി ഉറക്കമായി. പുറത്തിറങ്ങിയാൽ 3 മണിക്ക് നിർമ്മാല ദർശനത്തിന് കാത്തു നിൽക്കുന്നവരുടെ വരി കാണാം. കുളിച്ച് കൂടെ ചേർന്നാൽ നിർമ്മാല്യം മുതൽ അടുത്ത ദിവസം ഉത്സവം കൂടാം. നിത്യോത്സവമാണ് ഗുരുവായൂർ. ദിവസം 3 നേരം ആനയെ എഴുന്നള്ളിച്ച് മേളത്തോടെ ശീവേലി. ചുരുങ്ങിയത് 50,000 പേർക്കെങ്കിലും സദ്യ, കുറഞ്ഞത് 20,000 പേരുടെയെങ്കിലും തിരക്ക്. അങ്ങനെ ഒരു ഉത്സവമായ ശരിക്കുള്ള ഉത്സവം ഇങ്ങനെ തുടങ്ങും. ഇല്ലായ്മകളിൽ നിന്ന് തുടങ്ങാം. കൊടിയേറ്റ ദിവസമായ ഇന്ന് കാലത്ത് ആന ഇല്ലാതെയാണ് ശീവേലി. വർഷം മുഴുവൻ ആനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രത്തിൽ ഒരു നേരത്തെ സങ്കട ശീവേലി. ഉച്ച കഴിഞ്ഞാൽ ആനയോട്ടമായി. കൃത്യം 3-ന് ആനകൾ കൂട്ടത്തോടെ ഓടിയെത്തും. പിന്നെ ഉത്സവ സമൃദ്ധിയാണ്. രാത്രിയാണ് കൊടിയേറ്റം. കുംഭം പൂയം രാത്രിയുള്ളപ്പോൾ സ്വർണ്ണ കൊടിമരത്തിൽ വർണ്ണക്കൊടി ഉയരും. ഉത്സവം എത്തി എന്ന അറിയിപ്പായി. എന്നാൽ പുറപ്പെട്ടോളൂ. സമയക്കുറവ് പറഞ്ഞ് തിരക്ക് കൂട്ടണ്ട. ഇവിടെ നല്ല തിരക്കാവും. സമയം നല്ലോണം വേണട്ടോ. വന്നോളൂ. എല്ലാവരും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കൂ. നന്ദി.